ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അതിമനോഹരമായ സുപ്രഭാതം കണ്ടുണരുവാൻ ഒരുവരായ ദൈവം എല്ലാവരെയും സഹായിച്ച മഹാകൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക ഭാഗം ലുദിയയെ കുറിച്ചുള്ളതാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക ദൈവവചനം പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. നമുക്കറിയാം, നയമാന്റെ ഭവനത്തിൽ വീട്ടുജോലിക്ക് വന്ന ഇസ്രായേൽ പെൺകുട്ടി താൻ പഠിച്ചിരുന്ന സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നിരുന്നു. ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുത്ത് ചെന്നാൽ നയമാന്റെ കുഷ്ഠം മാറും എന്ന് നയമാന്റെ സഹധർമ്മിണിയോട് പറഞ്ഞു. അതും പ്രകാരം ഇസ്രായേലിൽ ചെന്ന് എലീശ പ്രവാചകനെ കാണുകയും അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം നീങ്ങുമ്പോൾ ഒരു സൗഖ്യമുണ്ടാകും എന്ന് പറഞ്ഞു. അതനുസരിച്ച് 6 പ്രാവശ്യം മുങ്ങി 7-ാം പ്രാവശ്യം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഇസ്രായേൽക്കാരി പെൺകുട്ടിയെ എടുത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അനേക വിശ്വാസികൾ ജോലി ചെയ്ത് കർത്താവിന്റെ വേലയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെവിടെയായിരുന്നാലും ശരി തന്നെ അവർ പഠിച്ച സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് കർത്താവിലേക്ക് ആനയിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ലുദിയയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഫിലിപ്പിയിൽ സത്യദൈവത്തെ അറിയുകയും ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്നു. അവർ പട്ടണവാതിൽക്കൽ പുറത്ത് ഒരു പുഴവക്കത്ത് ഒന്നിച്ചുകൂടി. ഫിലിപ്പിയിൽ വന്ന ശേഷം ആദ്യത്തെ ശബത്തിൽ പൗലോസിന്റെ കൂട്ടരും അതുപോലെ ധാരാളം സ്ത്രീകളും അവിടെ കൂടിയിരുന്നു. അവരിൽ ഒരാളായ ലുദിയ പൗലോസിന്റെ സന്ദേശം കേട്ട് അവൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു. രക്താംബരം വിൽക്കുന്ന ജോലിയായിരുന്നു അവൾക്ക്. ലുദിയ യൂറോപ്പിൽ നിന്ന് ഉള്ള ആദ്യത്തെ ക്രിസ്ത്യാനിയായിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു. കൊർന്നല്യോസും കുടുംബവും എന്ന പോലെ ലുദിയയും കുടുംബവും വചനം കേട്ട് സ്നാനപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ, കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മളെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലുദിയയും കുടുംബവും സ്നാനപ്പെട്ട് കഴിഞ്ഞ അവസരത്തില് വലിയൊരു മാറ്റമുണ്ടായി. അവള് പൗലോസിനോടും കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ലുദിയയും കുടുംബവും സ്നാനപ്പെട്ടതിന് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിനു മുമ്പ് അവൾ നല്ല ആതിഥ്യ മര്യാദ ഉള്ളവരായിരിക്കണം. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വാസം തുടങ്ങിയപ്പോൾ പൗലോസും തന്റെ കൂട്ടരും അവളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിന് നിർബന്ധിക്കുന്നു എന്ന് ഇവിടെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ലുദിയയുടെ മഹാമനസ്കത ഒരു പുതിയ വിശ്വാസി എന്ന നിലയിൽ പൊതുജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലനം മാത്രമായിരുന്നില്ല, എന്നാൽ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുന്ന ഒരു ആതിഥ്യത്തിന്റെ ഒരു മനോഭാവമാണ്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. പഴയ പാവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പഴയ പാവങ്ങളൊക്കെയും വെള്ളത്തിനടിയിൽ താഴ്ത്തി നമ്മളൊരു പുതിയ ആളായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു പുതിയ അനുഭവമുള്ളതായി മാറുവാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ അനുഭവമായി മാറുന്ന അവസരത്തിൽ യേശു നമ്മളെ ഹൃദയത്തിൽ വസിക്കുകയും നല്ല ദൈവഗീതപ്രകാരമുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനാണ് സാധിക്കുന്നു. ലുദിയയ്ക്ക് മാറ്റം ഉണ്ടായതുപോലെ
നാം ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ നല്ല അനുഭവമുള്ളവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരായി തീരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹം ഉണ്ടായിത്തീരും എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ഈ തിരുവചനം കേട്ട എല്ലാവരെയും ഒരുവനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിധനമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി, നല്ല പ്രഭാതത്തിനായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് കേട്ട തിരുവചനത്തിനായി സ്തോത്രം. ലുദിയായുടെ ഹൃദയത്തിന് ദൈവശബ്ദം കേട്ടപ്പോൾ മാറ്റമുണ്ടായതുപോലെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് വലിയ മാറ്റമുണ്ടാകുവാനും ദൈവ സ്നേഹത്തിൽ മുൻപോട്ട് നീങ്ങുവാനും മറ്റുള്ളവരെ കരുതുവാനും സ്വർഗത്തിലും നമ്മളെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ.